അങ്ങനെ മീഡിയാടെക്കിന്റെ പാത പിന്തുടർന്ന് ക്വാൾകോം ഉഡായിപ്പിന്റെ 2.0 വെർഷൻ ഇറക്കിയിരിക്കുകയാണ്. അതെ, മീഡിയാടെക് നിങ്ങൾക്ക് അറിയാലോ, ഒരേ ചിപ്സെറ്റ് തന്നെ പല പേരിൽ, അതും മാറ്റങ്ങളില്ലാതെയും ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അൾട്രാ, അൾട്ടിമേറ്റ്, പ്രോ തുടങ്ങിയ പേരുകൾ ഇട്ടുകയും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് കൊടുത്തിട്ട് വേറൊരു നമ്പർ സ്കീമിലേക്ക് കൊണ്ടുവന്ന കുറെ പരിപാടി മീഡിയാടെക് ചെയ്യാറുണ്ട്. ക്വാൾകം കുറച്ചുനാൾ മുമ്പ് ഉഡായിപ്പ് 1.0-ക്കകത്ത് സെയിം രീതിയിൽ തന്നെ ചെയ്യുമായിരുന്നു. അതായത് പല ചിപ്സെറ്റുകൾ സിമിലർ ആയിട്ട് ഇറക്കുമായിരുന്നു. ഇതേപോലെ തന്നെ ക്വാൾകം പുതിയ ഉഡായിപ്പായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഉഡായിപ്പിന് അർഹനായ വ്യക്തി എന്ന് പറയുന്നത് ചിപ്സെറ്റിന്റെ പേരാണ് ക്വാൾകം സ്നാപ്ഡ്രാഗൺ 6S Gen 3 ആണ്. അതെ, നമ്മൾ കേൾക്കുമ്പോൾ തോന്നും 6S Gen 3 വലിയ സംഭവമാണ്. അല്ല, ഒരു തേങ്ങയും അതിനകത്ത് പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നുമില്ല. 6 Gen 1 എന്ന് പറഞ്ഞ സീരീസ്, 6 Gen 1 ഇറങ്ങിയിട്ടുണ്ട്, 6 Gen 2 ഇറങ്ങിയിട്ടില്ല. 6S Gen 1ഉം 2 ഇറങ്ങിയിട്ടില്ല, 6S Gen 3 ആണ് ഇറങ്ങിയേക്കുന്നത്. ഈ ജെന്ന് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും വല്ലാത്ത എന്തോ സാധനമാണ്, പക്ഷെ അല്ല. പിന്നെയും ഇവന്മാർ എന്നാ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. വളരെ വളരെ ശോകമായിട്ടുള്ള ചിപ്സെറ്റുകളാണ്. ഇനി കൺക്ലൂഷനിൽ പറയാം, ചിലപ്പോൾ ഈ ചിപ്സെറ്റുകൾ നല്ലതായിട്ട് വരാം, ചിലപ്പോൾ മോശമാകാം. പ്രൈസ് മാറ്റർ ചെയ്തിരിക്കും. എന്തായാലും നമുക്ക് ചിപ്സെറ്റിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ആദ്യമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടത് ഈ ഒരു ചിപ്സെറ്റിന് നാനോമീറ്റർ ആണ്. പാരലലി ഞാൻ കമ്പയർ ചെയ്യും ചിപ്സെറ്റുകളായിട്ട് ഈ പറഞ്ഞ ബഡ്ജറ്റ് റേഞ്ചിലുള്ള. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പൊ 6S Gen 3യുടെ നാനോമീറ്റർ എന്ന് പറയുന്നത് 6 നാനോമീറ്റർ ആണ്. അതായത് പിന്നെയും അവര് പുറകോട്ടാണ് പോകുന്നത്. 695 4 Gen 1 നോക്കിയാലും 6 നാനോമീറ്റർ ആണ്. പക്ഷേ 4 Gen 2 4 നാനോമീറ്റർ ആണ്. കൂടാതെ തന്നെ 6 Gen 1 4 നാനോമീറ്റർ ആണ്. അതായത് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഇപ്പോൾ ഒരു 13,000-14,000 റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 6 Gen 1 വളരെ സുപ്പീരിയർ ആയിട്ട് IQ Z9Xൽ ഉണ്ട്, വിവോയുടെ T3Xലും ഉണ്ട്. അതിനകത്ത് 4 നാനോമീറ്റർ ആണ്. ഈവൻ പോക്കോ M6 Pro വെറും 10,000 ഉള്ള ആ ഫോണിന്റെ അകത്തും 4 നാനോമീറ്ററിന്റെ ചിപ്സെറ്റ് ആണ്. ഇവിടെ പിന്നെയും പുതിയതായിട്ടൊരു സാധനം ഇറക്കുമ്പോൾ അവർ 6 നാനോമീറ്ററാണ് ഇറക്കിയത്, ഫസ്റ്റ് ഉഡായിപ്പ്. ഇനി രണ്ടാമത്തെ കാര്യം കോർ സ്പെസിഫിക്കേഷൻസ് ആണ്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യമായിട്ട് തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് 6S Gen 3നെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 2.3 GHz കോർട്ടെക്സ് A78 ഉം 6 2.0 GHz കോർട്ടെക്സ് A55 ആണ് ഉള്ളത്. അടുത്തതായിട്ട് വരാൻ പോകുന്നത് 4 Gen 2 ആണ്. അതായത് ഈ ഒരു സിമിലർ പവർ ഉള്ള വേറൊരു ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ 4 Gen 2 ആണ്. 4 Gen 2 നോക്കിക്കഴിഞ്ഞാൽ 2 2.2 GHz കോർട്ടെക്സ് A78 ഉം 6 1.95 GHz കോർട്ടെക്സ് A50 ഉം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഈ ഒരു നമ്പേഴ്സ് കാണുമ്പോൾ മനസ്സിലാവും വെറും 0.05 GHz ഒരു വേരിയേഷനും പിന്നെ മേളിൽ പ്രൈം കോറിൽ 0.1 GHz വേരിയേഷനുമാണ് 4 Gen 2ഉം 6S Gen 3 ആയിട്ടുള്ളത്. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടൊരു വ്യത്യാസമാണുള്ളത്. അപ്പോൾ 4 Gen 2 ഓൾറെഡി എനിക്ക് തോന്നുന്ന പോക്കോ M6 Proയിലോ 4 Gen 2 ആണ് അതിനകത്ത്. അപ്പം ഓർക്കണം, അതേ പവറേ ഉള്ളൂ ഈ 6S Gen 3ക്ക്. എന്തിനാണോ ഇറക്കിയത് അറിയില്ല. ഇനി തൊട്ടപ്പുറത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തോൽവി ചിപ്സെറ്റ് എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഉണ്ട്, 695 അല്ലെങ്കിൽ ദ ലെജൻഡറി 695 എന്നൊക്കെ പറയാം. കാരണം അത് ഉപയോഗിക്കാത്ത ഫോൺ കമ്പനികളും ഇല്ല. കുറെ ചവറ് പോലെ കുറെ കമ്പനിക്കാർ ഇറക്കിയിട്ടുണ്ട് ഇത്രയും തൊട്ടി ചിപ്സെറ്റ്. അതായത് 4K പോലും ഇല്ലാതെ ഒരു പരാജയ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. പക്ഷേ ക്വാൾകമിന് ലാഭം ഉണ്ടായി. ആ ഒരു ചിപ്സിന്റെ കോർ സ്പെക്ക് നോക്കിയാലും 2.2 GHz കോർട്ടെക്സ് A78 ഉം 6 1.7 GHz കോർട്ടെക്സ് A55 ആണ്. അതായത് ഈ 6S Gen 3 ആയിട്ട് ഒരു 0.1 GHz വ്യത്യാസം പവർ കോറിലും ബാക്കി 0.3 വ്യത്യാസം. അതായത് വളരെ മൈന്യൂട്ട് ചേഞ്ച്, സെയിം സാധനമാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ 4 Gen 1 വരും. 4 Gen 1 എന്ന് പറഞ്ഞാൽ 2.2 GHz A78 ഉം 6 1.8 GHz A55. അതാണ് ഏറ്റവും താഴെ. അപ്പൊ ഞാൻ ഇത് ഇത്രയും ചിപ്സെറ്റ് പറയാൻ കാര്യം, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. വളരെ വളരെ സിമിലർ ആണ് ഇതിന്റെ എല്ലാം പെർഫോമൻസ്, വളരെ വളരെ സിമിലർ. പക്ഷേ 6 Gen 1 എന്നൊരു ചിപ്സെറ്റ് ഉണ്ട്, നമ്മുടെ IQ Z9X, നമ്മൾ അൺബോക്സ് ചെയ്തൊരു ഫോണാണ്. ഇതിനകത്ത് 4 പ്രൈം കോർസ് ആണുള്ളത്, അതായത് പെർഫോമൻസ് കോർസ് ആണുള്ളത്. 4 2.2 GHz കോർട്ടെക്സ് A70, അതായത് 4 പെർഫോമൻസ് കോറും 4 എഫിഷ്യൻസി കോർസും ഉണ്ട്, 1.8 GHz A55. 6 Gen 1 വളരെ വളരെ പവർഫുൾ ആണ്. ഈ പറഞ്ഞ ബാക്കി 4 എണ്ണത്തിനെ കണ്ടത്തിലെറിയാൻ പറ്റും. അപ്പൊ 6S Gen 3 എന്ന് പറയുന്നത് 6 Gen 1ന്റെ താഴെയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇവരുടെ ഉഡായിപ്പ് നെയിമിംഗ് സ്കീമിൽ വ്യക്തമാണ്. 6S എന്ന് വെക്കുമ്പോൾ സാധാരണഗതിയിൽ അത് കുറച്ചുകൂടെ ജെന്നിനേലും സുപ്പീരിയർ ആകണം. ഇപ്പൊ 7S Gen 2 എന്ന് പറയുന്നത് 7 Gen 2 അല്ലെ 7 Gen 1 ബെറ്റർ ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. എന്നാ പറയണമെന്ന് അറിയത്തില്ല. ആൾക്കാർ ഇനി 6 Gen 1 ബെറ്റർ ആണെന്ന് പറയാൻ മേടിക്കും. ഒരിക്കലും 6 Gen 1 അല്ലാതെ ഇതിനകത്ത് ഒരു ചിപ്സെറ്റും ഇനി ഫോൺ കമ്പനീസ് ഇറക്കുവാണെങ്കിൽ മേടിക്കരുത്. കാരണം 6 Gen 1 നിങ്ങൾക്ക് പെർഫോമൻസ് അത്ര ആവശ്യമാണെങ്കിൽ 6 Gen 1 ഉള്ള IQ Z9X 15,000 താഴെ മേടിക്കുക, അത്രേ ഉള്ളൂ. ഇനി
GPU നോക്കിക്കഴിഞ്ഞാൽ Adreno 619 ആണ് 6S Gen 3ലും 695ലും കൂടാതെ 4 Gen 1ലും ഉള്ളത്. അതായത് ഇത്രയും ചിപ്സെറ്റിനകത്തുള്ളത് സെയിം GPU ആണ്. പക്ഷേ 4 Gen 2ലുള്ളത് 613 കുറഞ്ഞതാണ്, അതൊരു സംഭവമാണ്. ഇനി 6 Gen 1ലുള്ളത് 710 ആണ്, അതായത് അവിടെയും 6 Gen 1 ബെറ്റർ ആണ്. 6S Gen 3 എന്ന് പറയുന്നത് ചുമ്മാ 695ന് റീബ്രാൻഡ് ചെയ്തിറക്കുക, അല്ലെ 4 Gen 1നെ റീബ്രാൻഡ് ചെയ്തിറക്കുക എന്നൊക്കെ പറയാനുള്ളൂ. എന്നിട്ട് നാനോമീറ്റർ കുറച്ച് വളരെ തോൽവി ഡീഗ്രേഡിങ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ മോഡം. നമ്മൾ വളരെ ശ്രദ്ധിക്കാത്തൊരു ഘടകമാണ് മോഡം. അതായത് 5G 4G നമ്മൾ നെറ്റ് ഫോൺ വിളിക്കുമ്പോൾ അതിൻ്റെ സിഗ്നലും പരിപാടിയൊക്കെ ഈ മോഡമായിട്ട് ബേസ് ചെയ്താണ്. വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയും 4 Gen 2 ആണ് ഇതിനേലും ബെറ്റർ. അതായത് 6S Gen 3 X51 എന്ന് പറഞ്ഞ മോഡമാണ്, 695 X51 ആണ്, 4 Gen 1 X51 ആണ്. പക്ഷേ 6 Gen 1 നമുക്ക് X62 ആണ്, 4 Gen 2 X61 ആണ്. അതായത് കൺഫ്യൂഷൻ ആവുമെന്നറിയാം. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4 Gen 2 ഒരു പരിധി വരെ 6S Gen 3 ബെറ്റർ ആണ് ചില കേസിൽ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, മോഡം വരെ ബെറ്റർ ആണ്. ഇനി 6 Gen 1 വളരെ ബെറ്റർ ആണ്, അത് വേറെ കാര്യം. ഇനിയുള്ളത് 4Kയുടെ കാര്യമാണ്. ഞാൻ ആദ്യം നോക്കിയത് ഈ ഒരു ചിപ്സെറ്റ് 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ടോയെന്നാണ്. ഇവർ ഈ ജെൻ എന്ന് പേര് വെച്ചതേ ഉള്ളൂ, അല്ലാതെ ജനറേഷനിൽ മാറ്റമില്ല. 4K ഇല്ല, 6S Gen 3 4K ഇല്ല. പക്ഷേ 6 Gen 1 ബാക്കി ഒന്നിലും 4K ഇല്ല, അത് വേറെ സത്യം. ഇനി ഫൈനലി കൺക്ലൂഡ് ചെയ്യും. ഇപ്പോൾ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെങ്കിൽ പവറിന്റെ ഒരു ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും പവർ കൂടിയത് 6 Gen 1 ആണ്, അതിനുശേഷമുള്ളത് 6S Gen 3 ആണ്. അതിൻ്റെ തൊട്ട് താഴെ ഒരു സെന്റിമീറ്റർ താഴെ 4 Gen 2 ആണ്. അതിൻ്റെ ഒരു സെന്റിമീറ്റർ താഴെ 695, അതിൻ്റെ ഒരു 2 സെന്റിമീറ്റർ താഴെ 4 Gen 1. ഇതാണ് ഇതിൻ്റെ ചാർട്ട്. 15,000-നും 20,000-നും മുകളിലേക്ക് 6S Gen 3 ലോഞ്ച് ചെയ്യുവാണെങ്കിൽ എടുക്കരുത് എന്നാണ് എൻ്റെ സജഷൻ. കാരണം പറ്റിക്കലാണ്, അതിനകത്ത് 4K പോലും ഇല്ല. ആ ഒരു കേസിൽ IQ അല്ലെ വിവോന്റെ ഈ പറഞ്ഞ T3Xോ C9Xോ എടുക്കാം, പവർ വേണ്ടവർക്ക്. ബാക്കി ഇഷ്ടം പോലെ മീഡിയാടെക്കിന്റെ Dimensity 900, കൂടാതെ തന്നെ ഇവൻ ക്വാൾക്കമിന്റെ തന്നെ 770G 7S Gen 2 ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. 6 Gen 1 ഉണ്ടെങ്കിലും അതും മേടിച്ചു. ഒരു കാരണവശാലും ഈ സാധനം എടുക്കാതിരിക്കുക. ഇനി പറ്റിക്കാൻ വേണ്ടി ബ്രാൻഡുകൾ ഓരോ ഉടായിപ്പായിട്ട് ഇറക്കും. ചിലപ്പോൾ 25,000-നൊക്കെ 6S Gen ഇന്ത്യയിൽ ആദ്യമായിട്ടെന്നൊക്കെ പറഞ്ഞ് തള്ളാം. പക്ഷെ കാര്യമൊന്നുമില്ല. അതായത് ഇറക്കി റീബ്രാൻഡ് ചെയ്ത ഒരു തോൽവി സാധനമാണ് മൊത്തത്തിൽ പറഞ്ഞ 6S Gen 3 എന്ന് പറയുന്നത്. ഇനി 6S Gen 3 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് 11,000, 12,000, 13,000 മാക്സിമം 13,000-ൽ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. കാരണം ആ ഒരു പ്രൈസിൽ അത് നല്ലതാണ്. 14 ആയാൽ പോലും അത് കൊള്ളത്തില്ല, കാരണം അവിടെ വിവോയോ IQ ഉണ്ട്. അല്ലെങ്കിൽ അത്രയും AMOLED ഡിസ്പ്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസവും വെച്ച് 4K വേണ്ടെന്നുള്ള സ്കീമിലുള്ള ആൾക്കാർക്ക് അത് നോക്കാം. അതാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്തിനാണ് ഇങ്ങനെ ഇറക്കുന്നത്? 695 എന്ന് പറഞ്ഞ സാധനം ഞാൻ 6 Gen 1 വന്നപ്പോൾ സത്യം പറഞ്ഞ സന്തോഷിച്ചു. കാരണം 4K ഉണ്ടല്ലോ, പവർ കൂടിയല്ലോ, ബഡ്ജറ്റിൽ നല്ലൊരു ചിപ്സെറ്റ് വരുമല്ലോ. ഇവന്മാർ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പഴയ പോലെ തന്നെ തെങ്ങ തന്നെ ഇരിക്കും, ഒരു മാറ്റവും ഇല്ല. എന്നിട്ട് ബ്രാൻഡാന്ന് പറഞ്ഞ് തള്ളും. ക്വാൾക്കമ്മിന് ചിപ്പ് ഉണ്ട്, പറക്കും, ഒന്നും പറയാനില്ല. പിന്നെ മീഡിയാടെക്കിനെ ഉപേക്ഷിച്ച പണ്ട് തൊട്ടേ നമ്മൾ, പിന്നെ പറയാനില്ല. അവർ അങ്ങനെ കാണിക്കുള്ളൂ, പണ്ട് തൊട്ടേ അങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ കാണിക്കുള്ളൂ, ഒന്നും പറയാനില്ല. ചില ചിപ്സെറ്റൊക്കെ തോൽവിയുടെ അങ്ങേയറ്റമാണ് പേര് കിട്ടൽ. ചില കമ്പനിക്കാർ പറയും ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ടൊരു സാധനം വേണം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അതിൻ്റെ കൂടെ അൾട്രാ എന്ന് പേരിട്ടോ, അൾട്ടിമേറ്റ് എന്ന് പേരിട്ടോ, പ്രോ എന്ന് പേരിട്ടോ, എന്നിട്ട് നിങ്ങൾ ഇറക്കിക്കോ. പക്ഷെ ബേസിക്കലി സാധനം ഒന്ന് തന്നെ. ഇവന്മാരുടെ ഒരു രീതി എന്ന് പറഞ്ഞത് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ പുതിയ വെബ്സൈറ്റ് പേജ് തന്നെ ഇവന്മാർ തുടങ്ങും. സെയിം ചിപ്സെറ്റ് തന്നെ, അതായത് സെയിം പേജ്, സെയിം ചിപ്സെറ്റ് തന്നെ 2 പേരിൽ ഇവന്മാരുടെ വെബ്സൈറ്റിലുണ്ട്. അത്രയ്ക്കും വൃത്തികെട്ട മാർക്കറ്റിങ്ങും വൃത്തികെട്ട രീതിയിലുള്ള നെയിമിങ്ങുമാണ്. അതേ പാത തന്നെ ക്വാൾക്കം പിന്തുടരുകയാണ്. വളരെ സന്തോഷം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇപ്പം നിലവിലുള്ളതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് കിട്ടുമായിരിക്കും, പക്ഷേ ആൾക്കാരെ പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ എടുക്കാതിരിക്കുക. അല്ലെങ്കിൽ അത്രയ്ക്ക് എക്സ്ട്രീം ആയിട്ട് ഓപ്പോസിറ്റ് ഡിസ്പ്ലേ, ബാറ്ററി, ക്യാമറ ഇതൊക്കെ ഹൈ സെറ്റപ്പ് ആണെങ്കിൽ ഈ ചിപ്സെറ്റ് നോക്കാം, അല്ലെങ്കിൽ ദേവിയെ നോക്കരുത്. പിന്നെ ISP എനിക്ക് തോന്നുന്നില്ല വലിയ സെറ്റപ്പ് ആവുന്നത്. 695 തൊട്ടിയായിരുന്നു, അതിൻ്റെ അതേ സെയിം സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. 695-ന് 4 Gen 1-ന് ഒരു മകനായിട്ട് വരും ഈ 6S Gen 3 എന്ന് പറഞ്ഞാൽ. 2 പേരുടെയും കുറേ ക്വാളിറ്റീസ് ഉണ്ട്, പക്ഷേ എല്ലാം വൃത്തികെട്ട ക്വാളിറ്റീസ് ആണ്. ഇത്രയൊക്കെ പറയാനുള്ള പുതിയൊരു വീഡിയോ എല്ലാവർക്കും